ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നയനയും ആദർശിനെയുമാണ്. അങ്ങനെ നയനയും ആദർശും നമ്മുടെ നവ്യേനെ തേടിപ്പൊക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്ഥലങ്ങളൊന്നും കറക്റ്റ് അറിയില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരോടും ചോദിച്ചും പിറക്കിയൊക്കെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതേ സമയം നമ്മുടെ നവ്യേനെ വിവാഹം കഴിക്കാൻ വേണ്ടി വെട്ട് സതീശൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ പൂമാല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെ വെട്ട് സതീശൻ നവ്യയുടെ കഴുത്തിലേക്ക് പൂമാല ഇങ്ങനെ ഇടുമ്പോൾ നവ്യയോട് പറയുകയാണ് തിരിച്ച് പൂമാല ഇടാൻ. നവ്യ ഒരിക്കലും പൂമാല തിരിച്ചിടാൻ തയ്യാറാകുന്നില്ല, ഹാരം ഇടാൻ തയ്യാറാകുന്നില്ല. നവ്യ പറഞ്ഞു, ഇല്ല, ഞാൻ ഹാരം ഇടില്ല, കാരണം എൻ്റെ വിവാഹം കഴിഞ്ഞതാണ്, പിന്നെ എന്തിന് ഞാൻ നിങ്ങളുടെ കഴുത്തിൽ ഹാരം ഇടണം, ഒരിക്കലും ഞാൻ ഇടില്ലെന്ന് പറയുമ്പം ഇത് കേട്ടിട്ട് വെട്ട് സതീശന് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, എടി നിന്നോടല്ലേടി മര്യാദയ്ക്ക് മാല എടുത്തിടാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു. അങ്ങനെ കുറേ ദേഷ്യമൊക്കെ ഇങ്ങനെ അടക്കി പിടിച്ചിട്ട് പറഞ്ഞു, നിന്നോട് എനിക്ക് സ്നേഹമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് നിന്നോട് ദേഷ്യപ്പെടാനൊന്നും തോന്നുന്നില്ല. ഏതായാലും എൻ്റെ പൊന്നു ജിലേബി, നമ്മുടെ വിവാഹം ഇന്ന്, അത് നീ മനസ്സിലാക്ക്. ദേ, ഇനി നീ എൻ്റെ പെണ്ണ, എൻ്റെ മാത്രം പെണ്ണ്, നമ്മുടെ മാത്രമായ ലോകത്തേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. ഈ വെട്ട് സതീശൻ്റെ എത്ര നാളത്തെ ആഗ്രഹമാണെന്ന് അറിയാമല്ലോ, നിന്നെപ്പോലെയുള്ളൊരു പെണ്ണിനെ വിവാഹം കഴിക്കുക, അതുപോലെ തന്നെ കുടുംബമായിട്ട് ജീവിക്കുക, മക്കള്. എന്താ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് വല്ലാണ്ടങ്ങ് സന്തോഷം. പിന്നെ മക്കളൊന്നും നമുക്കിപ്പോൾ വേണ്ട കേട്ടോ. കുറച്ച് നാളിങ്ങനെ അടിച്ച് പൊളിച്ച് അവിടെയും ഇവിടെയൊക്കെ കറങ്ങി അങ്ങ് ജീവിക്കണം. പതിയെ നമുക്ക് മക്കളൊക്കെ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ഭ്രാന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? ദേ, നിങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം പൊട്ടത്തരങ്ങളാണ്. ഞാൻ വേറൊരാളുടെ ഭാര്യയായ എന്നെ നിങ്ങൾ എന്തിനാണ് വിളിച്ചുകൊണ്ട് വന്ന് വിവാഹം കഴിക്കുന്നത്? നിങ്ങൾക്ക് എത്ര പെണ്ണുങ്ങളെ വേറെയൊക്കെ കിട്ടും. പക്ഷേ ജിലേബി, നിന്നെപ്പോലെ ചുമന്ന് തൊടുത്ത് ഇരിക്കുന്ന ഒരു പെണ്ണിനെ എനിക്ക് കിട്ടില്ല ജിലേബി. എനിക്ക് നിന്നെ മതി, വേറെ ഒരു പെണ്ണിനെ വേണ്ടാന്നൊക്കെ പറയാം. ഇതൊക്കെ കണ്ടുകൊണ്ട് കനകദുർഗ ചങ്കുപൊട്ടി നിൽക്കുക. കനകദുർഗയ്ക്ക് അടുത്തേക്ക് ചെല്ലാൻ പറ്റുന്നില്ല. എൻ്റെ ഈശ്വരൻ, എൻ്റെ മക്കൾ എന്താ ഇതുവരെ വരാത്തത്? അവർ വോയിസ് മെസ്സേജ് കേട്ടതാണല്ലോ, എന്തായിരിക്കും അവർ വരാത്തത്? ഇനിയിപ്പോൾ ഈ വിവാഹം വല്ലതും നടക്കുമോ എൻ്റെ ഈശ്വര? ഇനി ഇതിൻ്റെ പേരിൽ എൻ്റെ കുഞ്ഞിനെ അനന്തപുരി തറവാട്ടിൽ നിന്ന് ഇറക്കി വിടുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ കനകദുർഗ നിൽക്കുന്നത്. ഇതേ സമയം ഹോസ്പിറ്റൽ കാണിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലായിക്കോട്ടെ നമ്മുടെ ജലജ അബിയുടെ അടുത്ത് നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിക്കുകയാണ്, അല്ല നയനയും ആദർശിനെ ഇങ്ങനെ നോക്കിയിട്ടോ ജലജ. അപ്പം നയനയും ആദർശിനെ കണ്ടില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ജയനോട് ചോദിച്ചു അവരെന്ത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് അവർ പോലീസ് വിളിച്ചിട്ട് പോയതാണ്. പോലീസ് എന്തോ ഇൻഫർമേഷൻ കിട്ടിയെന്ന് പറഞ്ഞ് വിളിച്ചു, അങ്ങോട്ടേക്ക് പോയെന്ന് പറഞ്ഞു. ഇത് കേട്ടത് ഒരു ഒറ്റ ഞെട്ടായിരുന്നു നമ്മുടെ ജലജ. ആകെപ്പാടെ ഞെട്ടി വിറച്ചു പോയി. കാരണം ഇനിയിപ്പം പോലീസ് വല്ലതും വിളിച്ചിട്ടാണോ പോയത്? ഇനിയിപ്പം നവ്യേനെ വല്ലതും കണ്ടുകിട്ടി കാണുമോ എൻ്റെ ഈശ്വര? നവ്യേനെ കണ്ടുകിട്ടി കഴിഞ്ഞാൽ എൻ്റെ മോൻ കുരുങ്ങൂലേ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനിയിപ്പോൾ ആരെയായിരിക്കും കൊട്ടേഷൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കുക? അവളിപ്പോൾ കൊന്നു കാണുമോ, അതോ ഇനി തിരിച്ച് എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരുമോ എന്നൊക്കെ ഇങ്ങനെ വളരെ വിഷമത്തോടു കൂടി ആലോചിച്ച് പിറക്കി നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ജിലേബീനെ കൊണ്ട് വെട്ട് സതീശൻ ആ പൂമാല തിരിച്ചിങ്ങനെ കയ്യിൽ പിടിച്ച് തിരിച്ച് നിർബന്ധിച്ചിടിപ്പിക്കുകയാണ്. അപ്പോഴത്തേക്കും ചുറ്റും നിന്നവരോടൊക്കെ പറഞ്ഞു, എടാ കുരവ് ഇടറ, ഇനിയിപ്പം താലികെട്ടാണ്, താലി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്വന്തം ആയില്ലേ ജിലേബി, നീ എൻ്റെ മാത്രം സ്വന്തം ജിലേബി. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ദേ കുരവ് ഇടറ, താലിയ കെട്ടാം എന്നിങ്ങനെ പറഞ്ഞു. ഇതേ സമയം നമ്മുടെ നയനയും ആദർശും ഓടിപ്പാഞ്ഞെത്തുകയാണ് നേരെ ഈ സ്ഥലത്തേക്ക്. അങ്ങനെ നമ്മുടെ നയനയും ആദർശം താലി കെട്ടുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഗോഡൗണിലെത്തുകയാണ്. ഏതായാലും ഇവർ കണ്ടു, നവ്യ കണ്ടു. നയന ഓടിച്ചെന്ന് നമ്മുടെ നവ്യയുടെ അടുത്തേക്ക് ചെന്നിട്ട്, എന്താ ചേച്ചി ഇത്, ചേച്ചി ഇങ്ങ് ബാ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് നമ്മുടെ നവ്യേനെ വിളിച്ചുകൊണ്ട് അങ്ങ് മാറ്റി നിർത്തി. പിന്നെ ഫൈറ്റായിരുന്നു. നമ്മുടെ കനകദുർഗയും അപ്പം ആ ഒരു സ്ഥലത്ത് നിന്നും വെളിയിലേക്ക് വന്നു. അങ്ങനെ കനകദുർഗയും ഫൈറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കൂടുന്നുണ്ട് കേട്ടോ ആദർശിൻ്റെ കൂടെ. അങ്ങനെ ഇവർ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുകയാണ്. അങ്ങനെ പോലീസിനെ പിടിച്ചേൽപ്പിക്കുകയാണ് നമ്മുടെ വെട്ട് സതീശനെയൊക്കെ വീണ്ടും. അതിനിടയിൽ നീ ആർക്കൊക്കെ വേണ്ടിയാടാ ഇത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ചോദ്യത്തിന് മാത്രം വെട്ട് സതീശൻ ഇതുവരെ മറുപടി പറഞ്ഞില്ല. ഏതായാലും പോലീസ് വെട്ട് സതീശനെ കൊണ്ട് മറുപടി പറയിപ്പിക്കുമോ എന്ന് അറിയത്തുമില്ല. അത് കഴിഞ്ഞിട്ടായിക്കോട്ടെ നമ്മുടെ കനകദുർഗ ആദർശിനോട് 1000 നന്ദി പറയുകയാണ്. ഏതായാലും എൻ്റെ മോനെ, നീ ഞങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും നീ ഞങ്ങളെ രക്ഷിക്കുന്നുണ്ടല്ലോ, നിനക്ക് പുണ്യം കിട്ടും. കാരണം എൻ്റെ മകളുടെ ജീവിതം ഇപ്പം അത് നിൻ്റെ വിരൽത്തുമ്പിൽ തന്നെയായിരുന്നു. നീ തന്നെ എൻ്റെ മകളെ രക്ഷിച്ചല്ലോ. അല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിക്കേ,
ഇവൻ വിവാഹം കഴിച്ച് എൻ്റെ മകളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ആ പ്രതിമകളെയെല്ലാം തട്ടിക്കൊണ്ട് പോയ ആ ഒരു സമയത്ത് നീ വന്നില്ലായിരുന്നുവെങ്കിൽ അവിടെയും ഞങ്ങൾ പരാജയപ്പെട്ടേരെ. ഏതായാലും എൻ്റെ മോനെ, എൻ്റെ പൊന്നു മോനെ, ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഹേയ് നന്ദിയൊന്നും വേണ്ട, എൻ്റെ കടമയല്ലേ ഞാൻ ചെയ്തത്. അതങ്ങനെ കണ്ടാൽ മതി. എൻ്റെ അനിയനാണ് അബിയുടെ ഭാര്യനെ രക്ഷിക്കുക എന്നത് എൻ്റെ കടമ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കനകദുർഗേനെ വേണേൽ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. ഹേയ് വേണ്ട, വീട്ടിൽ കൊണ്ടാക്കുമെന്ന് വേണ്ടെന്ന് പറഞ്ഞു. ഇതിനിടയിൽ നമ്മുടെ നവ്യയുടെ അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല കേട്ടോ. നവ്യനെ എന്തിനാണ് നമ്മുടെ നയനെ രക്ഷിച്ചത്, നയനെയും ആദർശം രക്ഷിച്ചത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അതുപോലെയാണ് നവ്യയുടെ ഓരോ കാട്ടായങ്ങളൊക്കെ. കനകദുർഗയോട് ഒട്ടും സ്നേഹമില്ല. കനകദുർഗ കാരണമാണ് നവ്യ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്ന ഒരു ചിന്ത പോലും ഇല്ലാതെയാണ് നവ്യ കനകദുർഗയോടൊക്കെ പെരുമാറുന്നത്. ഇതേ സമയം നമ്മുടെ ആരെയാണ് കാണിക്കുന്നത്? ജലജനെ കാണിക്കുകയാണ്. അങ്ങനെ ജലജനെ കാണിച്ചു. ജലജയാണെങ്കിൽ അഭിയുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോഴത്തേക്കും പറഞ്ഞു പോലീസ് അങ്ങനെ പിടിക്കില്ലമ്മേ, അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. ഇനി ഏതായാലും നമുക്കിവിടെ നിൽക്കേണ്ട, നമുക്ക് നേരെ അനന്തപുരിയിലേക്ക് തന്നെ പോകാം, നമുക്ക് ഡിസ്ചാർജ് മേടിച്ച് പോകാമെന്നും പറഞ്ഞ് ഇവർ നേരെ ഡിസ്ചാർജ് മേടിച്ച് അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിയൊക്കെ ഓടി വന്നിട്ട് എന്താ മോനെ അഭി സംഭവിച്ചത്, എന്താ പറ്റിയത് നിനക്ക്, നീ എന്തിനാ അവളെയും കൂട്ടിക്കൊണ്ട് പുറത്ത് പോയത്, ഇവിടെ ആരോടും പറയാതെ എന്തിനാ നീ ഇത് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അത് അവൾ നിർബന്ധിച്ചു, അവളുടെ ഒരു ആഗ്രഹമായിരുന്നു, അപ്പോൾ അവളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തതാണെന്ന് പറയുമ്പോൾ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ള കാര്യം നീ മറക്കരുത്. നിന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത്. ഇതുപോലെയുള്ള അബദ്ധങ്ങൾ ഇനി കാണിക്കരുത്. ഇനിയിപ്പോൾ അവൾ എവിടെയാണെന്ന് ദൈവത്തിനല്ലേ അറിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ ജലജ പറഞ്ഞു ഇതെല്ലാം ഇവിടുത്തെ 2 മരുമകൾ കാരണം തന്നെയാണ്. നമ്മുടെ കുടുംബത്തിന് ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് അവളെ തട്ടിക്കൊണ്ട് പോകുന്നത്. അവളെ മാത്രം തട്ടിക്കൊണ്ട് പോകാൻ അവളെന്താ വലിയ രാജാവോ റാണിയോ അല്ലെങ്കിൽ പിന്നെ വലിയ കോടീശ്വരിയുടെ പുത്രി വല്ലതും ആണോ? അല്ലല്ലോ. ഇതെല്ലാം അവളുടെ കയ്യിലിരിപ്പ് തന്നെ. അവൾ ഇത് വേറെ ആരുടെയോ കൂടെ ചാടി പോകാൻ വേണ്ടി നോക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവിടെ മൊത്തം ഇങ്ങനെ അടിച്ചമർത്തുകയാണ്. അപ്പം മുത്തശ്ശി ഒന്ന് പറയുന്നുണ്ട്, ജലജയ നിന്റെ വാ നീ അടച്ചു വെച്ചോ, ഈ ഒരു സമയത്ത് നീ ഇങ്ങനെയൊന്നും അല്ല പറയേണ്ടത്, നിന്റെ മകൻ്റെ കുഞ്ഞാൻ അവളുടെ വയറ്റിൽ വളരുന്നെന്നുള്ള കാര്യം നീ മറക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതുകൊണ്ട് മാത്രമാണ് എനിക്ക് അവളോട് കുറച്ച് സിമ്പതി ഉള്ളത് എന്ന് ജലജ ചുമ്മാ കള്ളത്തരം പറയുന്നതാണ് കേട്ടോ. കാരണം അതെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ പോലും ഇനിയിപ്പോൾ ഇവരെ സംശയിച്ചാലോ എന്നോർത്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് നമ്മുടെ ആദർശും നയനയും വരുന്നത്. ആദർശിൻ്റെ നയനയുടെയും കൂടെ നവ്യയും ഉണ്ട്. ഞെട്ടിപ്പോയി കേട്ടോ. ജലജയും അതുപോലെ അഭിയും മരവിച്ചു പോയി എന്ന് വേണം പറയാൻ അവിടെ നിന്ന്. അങ്ങനെ ഇവരെ കണ്ടത് ഓടി വെളിയിലേക്ക് ഇറങ്ങി ചെന്നു മുത്തശ്ശി. അങ്ങനെ ഇവരകത്തേക്ക് കയറി വരികയാണ്. അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോൾ എന്താ മക്കളെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ വെട്ട് സതീശനില്ലേ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് ആ വെട്ട് സതീശൻ തന്നെയാണ് ഇവളെ ഈ പ്രാവശ്യവും തട്ടിക്കൊണ്ട് പോയത്. ഏതിനാണെന്നൊന്നും അറിയില്ല. ഏതായാലും പോലീസിൽ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. പോലീസ് കേസ് അന്വേഷിക്കും. പോലീസ് കേസ് അന്വേഷിച്ച് എന്തിനാണ് ഏതാണെന്ന് പതിയെ നമുക്കറിയാം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും ജലജയ്ക്ക് ഭയങ്കരമായിട്ടും ദേഷ്യവും അതുപോലെ തന്നെ കലിപ്പൊക്കെ വരികയാണ്. അങ്ങനെ നയനയോടും ആദർശനോടും നവ്യയോടും പോയി റെസ്റ്റ് എടുക്കൂ നിങ്ങളെന്ന് പറഞ്ഞ് മുത്തശ്ശി കയറ്റി വിടുകയാണ്. അതിനിടയിൽ നമ്മുടെ നവ്യയോട് കുറേ ഉപദേശങ്ങളൊക്കെ ഉപദേശിച്ചു. എവിടെയെങ്കിലും പോകുമ്പോൾ ആരോടെങ്കിലും പറഞ്ഞിട്ട് വേണം പോകാനേ, അതും പ്രത്യേകിച്ച് നീ പ്രഗ്നൻ്റ് ആയി ഈ ഒരു സാഹചര്യത്തിൽ നവ്യ മോൾക്ക് ഹോസ്പിറ്റലിൽ വല്ലതും പോകണോ, ഇനിയിപ്പം അവരെന്തെങ്കിലും ഉപദ്രവിക്കുമല്ലോ ചെയ്തോന്ന് ചോദിച്ചപ്പോൾ ഉപദ്രവിച്ചൊന്നുമില്ലമ്മേ, ഇല്ല മുത്തശ്ശി, എന്നെ വിവാഹം കഴിക്കുക എന്ന ആ ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളായിരുന്നു വെട്ട് സതീശന്. ഏതായാലും അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടല്ലോ. അല്ല എൻ്റെ അഭിക്ക് എന്താ പറ്റിയത്? അഭിക്ക് എന്തെങ്കിലും പറ്റിയോ? എനിക്ക് അഭിനെ ഓർത്തിട്ട് ഒരു സമാധാനം ഇല്ലായിരുന്നു. അഭി എന്തിയെ, എൻ്റെ അഭി എവിടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ നേരെ റൂമിനകത്തേക്ക് ചെല്ലുന്നു. റൂമിനകത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മുടെ അഭി ഞെട്ടുന്നത് ഈ ഒരു കാഴ്ച കണ്ടിട്ട്. ഏതായാലും ജലജയ്ക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ജലജ അഭീനെ മാറ്റിപ്പിടിച്ച് നിർത്തിയിട്ട് കൊടുക്കുകയാണ്. പോതിരം തല്ലു കൊടുത്തിട്ട് എൻ്റെ മോനെ നീ ഒരു പൊട്ടരായി പോയല്ലോടെ, നീ എന്താടാ ഇങ്ങനെയായി പോയത്? എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാടാ അവളെ ഇവിടുന്ന് നീ നിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോയത്? ഇനിയിപ്പം ആ വെട്ട് സതീശനൊക്കെ ഇനിയിപ്പോൾ എന്തായിരിക്കും ആ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയുക? അല്ലെങ്കിലും വെട്ട് സതീശൻ്റെ കാര്യം നിനക്കറിയില്ലേ, അവനെപ്പോഴും ഇവളോടൊരു കണ്ണുണ്ടെന്നും ഇവളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും നിനക്കറിയായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു കൊട്ടേഷൻ നീ കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിനൊക്കെ ഒരേ ഒരു മറുപടിയാണ് നമ്മുടെ അഭി പറയുന്നത്. വേറൊന്നുമല്ല, ഞാൻ
വെട്ട് സതീശനല്ല കൊട്ടേഷൻ കൊടുത്തത് വേറെ ആൾക്കാർക്കായിരുന്നു. അതെങ്ങനെയോ തിരിഞ്ഞും മറിഞ്ഞും വെട്ട് സതീശനിൽ ചെന്നതാണ്. അല്ലാതെ ഒരിക്കലും അമ്മ ഞാൻ വെട്ട് സതീശനല്ല കൊട്ടേഷൻ കൊടുത്തത് എന്ന് പറയുകയാണ്. ഏതായാലും എന്താണെങ്കിലും ഈ ഒരു ഭാഗമൊക്കെ കാണിച്ച് ഇന്നത്തെ വിശേഷം തീരാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ നവ്യ തിരിച്ചെത്തിയിരിക്കുന്നു. അഭിയുടെ പ്ലാനുകളൊക്കെ മുടങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് സംഭവ വികാസങ്ങൾ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷത്തിനായിട്ട്. അടിപൊളി വിശേഷവുമായി എത്രയും വേഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ പുതിയ ചാനലായ ചിന്നൂസ് വേൾഡിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലാണ് നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥയൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ, ഗൗരിയുടെയും ശങ്കറിൻ്റെയും കഥ, അതുപോലെ തന്നെ നമ്മുടെ നന്ദയുടെയും ഗൗതമിൻ്റെയും കഥയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കിരണിൻ്റെയും കല്യാണിയുടെയും കഥയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നമ്മൾ സ്ഥിരം അതിലായിരിക്കും കഥ ചെയ്യുന്നത്. ആ കഥകളൊക്കെ നമ്മുടെ ഇതിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ, പിന്നെ നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും കഥയാണ് കേട്ടോ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ വീണ്ടും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കമൻറ്റ് ബോക്സ് മറക്കാതെ ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് പോകാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.